Hi dears, welcome back to Mayflower. Today we are discussing the novel Americana by Chimamanda Ngozi Adichie. And Chimamanda Ngozi Adichie is a famous Nigerian writer and she wrote this novel in 2013. പ്രശസ്ത നൈജീരിയൻ എഴുത്തുകാരി ചിമാമാന്ത ന്യോസി അഡിച്ചിയുടെ അമേരിക്കന എന്ന നോവലാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. 2013 ഈ നോവൽ അവർ എഴുതുന്നത്, പബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് വി ഹാവ് ഓൾറെഡി ഡൺ ഹർ നോവൽ പർപ്പിൾ ഹിബിസ്കസ്. പർപ്പിൾ ഹിബിസ്കസ് എന്ന മറ്റൊരു നോവൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. ആൻഡ് ദിസ് നോവൽ അമേരിക്കന ഇസ് എ തേർഡ് നോവൽ. അവരുടെ മൂന്നാമത്തെ നോവലാണ് അമേരിക്കന എന്ന ഈ നോവൽ. And this novel won her National Book Critics Circle Award in 2013. 2013 നാഷണൽ ബുക്ക് ക്രിറ്റിക്സ് സർക്കിൾ അവാർഡ് അവർക്ക് നേടിക്കൊടുത്ത കൃതിയാണ് അമേരിക്കന എന്ന ഈ നോവൽ. It tells the story of a young Nigerian woman, Ifemelu, who immigrates to the United States to attend university. ഇതിലെ പ്രധാന കഥാപാത്രം, the main character or the protagonist of the story is Ifemelu. She is a student and she migrates to the United States. അമേരിക്കയിലേക്ക്, നൈജീരിയൻ പെൺകുട്ടിയാണ്, അവൾ അമേരിക്കയിലേക്ക് പോകുന്നു, ഹയർ സ്റ്റഡീസിന് വേണ്ടി അമേരിക്കയിലേക്ക് പോകുന്നു. ആൻഡ് Ifemelu's life in both countries are described here. അവളുടെ ജീവിതം, നൈജീരിയയിലുള്ള ജീവിതവും അതേപോലെ അമേരിക്കയിലുള്ള അവളുടെ ജീവിതവും ഈ കഥയിലൂടെ വിവരിക്കുന്നുണ്ട്. ആൻഡ് ഹർ ലവ് സ്റ്റോറി വിത്ത് ഹൈസ്കൂൾ ക്ലാസ്മേറ്റ് ഒബീൻസ്. അവളുടെ ഹയർ സെക്കൻഡറി സ്കൂളിൽ അവളുടെ ക്ലാസ്മേറ്റ് ആയിരുന്ന ഒബിൻസ് എന്ന ചെറുപ്പക്കാരനുമായിട്ട്, ആ പയ്യനുമായിട്ട് അവൾക്കുണ്ടായിരുന്ന പ്രണയബന്ധം, ഇതൊക്കെയാണ് ഈ കഥയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് അഡിച്ചീസ് തേർഡ് നോവൽ. വി ഹാവ് ഓൾറെഡി സെഡ് ദാറ്റ് ദിസ് ഈസ് ഹർ തേർഡ് നോവൽ. ആൻഡ് ഇൻ ദിസ് നോവൽ വി ക്യാൻ സീ സെവറൽ തീംസ്. ഒരുപാട് തീമുകൾ നമുക്ക് കാണാൻ സാധിക്കും. ദ മേജർ തീംസ് ഓഫ് ദിസ് സ്റ്റോറി ഇസ് അമേരിക്കനൈസേഷൻ ഓർ അമേരിക്കൻ ഡ്രീം. American dream means it is a dream of hope or security. അതൊക്കെയാണ്, അതായത് സുരക്ഷിതം, അമേരിക്ക എന്ന സ്വപ്നം, ആ അമേരിക്കൻ സ്വപ്നം നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. ദെൻ ജെൻഡർ, റേസ് ആൻഡ് ഐഡന്റിറ്റി ക്രൈസിസ്. ഐഡന്റിറ്റി ക്രൈസിസ്, അവിടെ പോകുന്ന പെൺകുട്ടി നമ്മൾ പറഞ്ഞു, ഇഫെമെലു എന്ന പെൺകുട്ടി നൈജീരിയൻ പെൺകുട്ടിയാണ്. ആൻഡ് ഷീ ഗോസ് ടു ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് ദെയർ ഷീ ഫേസസ് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ. നൈജീരിയയിൽ നിന്നും യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്ക് പോകുന്ന ആ പെൺകുട്ടി, ഇഫെമെലു എന്ന പെൺകുട്ടിക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന ഒരു റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ അനുഭവിക്കേണ്ടതായി വരുന്നു. ഇതൊക്കെയാണ് ഇതിനകത്ത് മെയിൻ തീംസ്. സാധാരണ ചോദിക്കാറുണ്ട്, വാട്ട് ആർ ദി മേജർ തീംസ് ഓഫ് ദി സ്റ്റോറി. ഒന്ന് അമേരിക്കനൈസേഷൻ, നെക്സ്റ്റ് ജെൻഡർ, പിന്നീട് റേസ്, ദെൻ ഐഡന്റിറ്റി ഓർ ഐഡന്റിറ്റി ക്രൈസിസ്. ദെൻ വി ക്യാൻ ഡിസ്കസ് ദ സ്റ്റോറി ഇൻ ഡീറ്റെയിൽ. ഇത് വിശദമായിട്ട് നമുക്ക് നോക്കാം. ഇഫെമെലു ഈസ് എ നൈജീരിയൻ വുമൺ ലിവിംഗ് ഇൻ പ്രിൻസ്റ്റൺ, ന്യൂജേഴ്സി. ന്യൂജേഴ്സിയിൽ അവൾ താമസിക്കുന്നു. ആൻഡ് ഈ നോവൽ തുടങ്ങുന്ന സമയത്ത് ഉള്ള അവസ്ഥയാണ്. ആൻഡ് ഷീ ഗെറ്റ്സ് ഹെർ ഹെയർ ബ്രാൻഡഡ് ഇൻ പ്രിപ്പറേഷൻ ഫോർ ദ അപ്കമിങ് റിട്ടേൺ ടു നൈജീരിയ. അവൾക്ക് ഒരു പ്രൊഫഷണൽ ലുക്ക് വേണം. ആ പ്രൊഫഷണൽ ലുക്കിന് വേണ്ടിയിട്ട് അവളുടെ മുടി ഒന്ന് കളർ ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ ശ്രമിക്കുന്നു. ആൻഡ് ഇപ്പോഴും അവൾ താമസിക്കുന്നത് ന്യൂജേഴ്സിയിലാണ്. ആൻഡ് ഷീ വാണ്ട്സ് ടു റിട്ടേൺ ടു നൈജീരിയ. Then she has broken up with her boyfriend Brain, a black American professor who closed her popular blog about race and uprooted her life. ഇപ്പോഴത്തെ നമ്മുടെ ഇഫെമെലുവിൻ്റെ അവസ്ഥ, ഒരു ബ്രേക്കപ്പിൽ നിൽക്കുകയാണ്. ബ്രേക്കപ്പിലെ അവളുടെ പയ്യൻ, അല്ലെങ്കിൽ അയാൾ ഒരു പ്രൊഫസറാണ്, ബ്ലാക്ക് അമേരിക്കൻ പ്രൊഫസറാണ്, പേര് ബ്രെയിൻ എന്നാണ്. ആൻഡ് അയാളുമായിട്ട് ആ ഒരു റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ ആ ഒരു റേസിന്റെ പേരിൽ അവർ തമ്മിൽ വാഗ്വാദങ്ങൾ ഉണ്ടാകുന്നു. ഇവൾക്കൊരു ബ്ലോഗ് ഉണ്ട് നമ്മുടെ ഇഫെമെലുവിന്, അത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പോകാം. അങ്ങനെ ആ ബ്ലോഗിൽ ഇവള് റേസിനെ കുറിച്ച് എഴുതുന്നു. ആ റേസിനെ കുറിച്ച് എഴുതുന്ന സമയത്ത് ഷീ ബിക്കംസ് വെരി പോപ്പുലർ ആൻഡ് ഷീ കോറൽസ് വിത്ത് ബ്രെയിൻ ആൻഡ് ദസ് ദേ ബ്രോക്ക് അപ്പ്. അവര് വഴക്കുകൂടി പിരിയുന്നു. ആൻഡ് ഷീ ഫീൽസ് വെയ്ഡ് ഡൗൺ. നൗ ഷീ തിങ്സ് ഓഫ് ഹർ ഫസ്റ്റ് ക്ലാസ്മേറ്റ് ഓർ ഫസ്റ്റ് ലവർ ഒബീൻസ്. പെട്ടെന്ന് ഇവനുമായിട്ട്, ഈ ബ്രെയിനുമായിട്ട്, ഈ പ്രൊഫസറുമായിട്ട് ബ്രേക്കപ്പ് ആവുന്ന സമയത്ത് അവള് കുറേ ദിവസം വളരെ അസ്വസ്ഥമായിട്ട് കാണപ്പെടുന്നു. അപ്പോഴൊക്കെ അവൾ ഓർക്കുന്നത് തൻ്റെ ആദ്യ കാമുകനായ ഒബീൻസിനെ കുറിച്ചാണ്. നമ്മൾ പറഞ്ഞു, ഒബീൻസ് ഇസ് ഹർ ക്ലാസ്മേറ്റ്. ഹയർ സെക്കൻഡറി തലത്തിൽ
അവളുടെ കൂടെ പഠിച്ച ചെക്കനാണ് ഓബിൻസ്. അവനെ കുറിച്ച് ഓർക്കുന്നു. നൗ ഹി ഈസ് എ റിച്ച് മാൻ വിത്ത് ഹിസ് വൈഫ് ആൻഡ് ഡോട്ടർ. ഇപ്പോ അദ്ദേഹം ഒരു സമ്പന്നനാണ്. ഓബിൻസ് സമ്പന്നനാണ്, ഭാര്യയുണ്ട്, ഒരു മോളും ഉണ്ട്. ഭാര്യയുടെ പേര് കോസി എന്നാണ്. ഭാര്യയും മകളുമുള്ള ഒരു പണക്കാരനായി മാറിയിട്ടുണ്ട് ഓബിൻസ്. വെൻ ഓബിൻസ് റിസീവ്സ് ഹർ ഇമെയിൽ ഹി ഗെറ്റ്സ് ഡിസ്ട്രാക്റ്റഡ്. ഈ സമയത്ത് ഈ ഓബിൻസിനെ കുറിച്ച് ഓർക്കുന്നു. ബ്രെയിനുമായിട്ട് ബ്രേക്കപ്പ് ആകുന്ന ഇഫെമലു ഓബിൻസിനെ കുറിച്ച് ഓർക്കുന്നു. അങ്ങനെ ഇമെയിൽ അയക്കുന്നു, ഓബിൻസിന് ഇമെയിൽ അയക്കുന്നു. അങ്ങനെ ഇമെയിൽ കിട്ടുന്ന ഓബിൻസ് തൻ്റെ ജീവിതത്തിൽ നിന്നും ഒന്ന് ഡിസ്ട്രാക്റ്റ് ആയി മാറുന്നു. പെട്ടെന്ന് അയാളും അയാളുടെ ആ ഒരു പ്രണയ കാലഘട്ടത്തിലേക്ക് പോകുന്നു. ആൻഡ് ഹിസ് വൈഫ് കോസി ഈസ് ബ്യൂട്ടിഫുൾ ആൻഡ് അഡോറിങ് ബട്ട് ഹാസ് നോട്ട് കണക്റ്റഡ് ഇമോഷണലി. അങ്ങനെ ഡിസ്ട്രാക്റ്റ് ആവാനുള്ള കാരണം തൻ്റെ ഭാര്യ കോസി സുന്ദരിയാണ്, അതേപോലെ തന്നെ നല്ല സൗഭാഗ്യങ്ങളുള്ള ഒരു പെൺകുട്ടിയാണ്. പക്ഷേ അവർ തമ്മിലുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഇല്ല, ഒരു കണക്ഷൻ ഇല്ല. ഇമോഷണലി ഒബിൻസും കോസിയും തമ്മിലൊരു കണക്ഷൻ ഇല്ല, ആ ഒരു വൈകാരിക ബന്ധമില്ല. ഒരു ഭാര്യയും ഭർത്താവും എന്ന നിലയിൽ ജീവിക്കുന്നതല്ലാതെ, അല്ലെങ്കിൽ നല്ലൊരു പാരന്റ് ആണെന്ന് അല്ലാതെ, ഈ മകൾക്ക് നല്ലൊരു പാരൻസ് ആണ്, അതല്ലാതെ അവർ തമ്മിലുള്ള ഒരു പ്രണയപരമായ ജീവിതമോ കാര്യങ്ങളൊന്നും ഇല്ല. ആൻഡ് ദാറ്റ് നൈറ്റ് ഹി ലിസൺസ് ദ മ്യൂസിക് ദാറ്റ് ഇഫെമലു ആൻഡ് ഓബിൻസ് എൻജോയ്ഡ് വെൻ ദേ മേഡ് ലവ്. ആ രാത്രിയിൽ, ഇവളുടെ ഇമെയിൽ കിട്ടുന്ന അന്ന് രാത്രിയിൽ അവർ ഒരുമിച്ച് പ്രണയ കാലഘട്ടത്തിൽ കേട്ടുകൊണ്ടിരുന്ന ഒരു പാട്ട് കേൾക്കുന്നു. അങ്ങനെ വീണ്ടും ഇഫെമലുവിനോട് കൂടുതൽ അടുക്കാൻ തീരുമാനിക്കുന്നു നമ്മുടെ ഓബിൻസ്. ദ നോവൽ ദെൻ ഗോസ് ടു എ ഫ്ലാഷ് ബാക്ക് ദാറ്റ് ഇഫെമലു മെറ്റ് ഓബിൻസ് ഇൻ എ party where her friend tries to connect him with a girl named Ginika. ഈ സമയത്ത് ഇത്രയും നേരം അതിൻ്റെ സ്റ്റാർട്ടിങ്, നോവലിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെയാണുള്ളത്. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് വരുന്നത്. ഇഫെമലുവും ഒബിൻസും എങ്ങനെയാണ് കണ്ടുമുട്ടുന്നത്, അതിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് വരുന്നത്. ഒബിൻസും ഇഫെമലുവും ഒരു പാർട്ടിയിൽ വെച്ചാണ് കാണുന്നത്. ഈ പാർട്ടിയിൽ ഒബിൻസിനെ ഗിനീക്ക എന്ന പെൺകുട്ടിയുമായിട്ട് കണക്ട് ചെയ്യാൻ അവരുടെ സുഹൃത്ത് ശ്രമിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് അതിന് ഫ്ലാഷ് ബാക്ക് ആയിട്ട് തരുന്നത്. And Obbins has admired Ifemelu silently, and they fall in love with each other and enjoy life through higher secondary and the starting of university education. ഈ സമയത്ത് ഗിനീക്ക എന്ന പെൺകുട്ടിയുമായിട്ട് ഒബിൻസിനെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ഒബിൻസിന് താല്പര്യം തോന്നുന്നത് ഇഫെമലു എന്ന പെണ്ണിനോടാണ്. അങ്ങനെ അവർ തമ്മിൽ പ്രണയത്തിലാകുന്നു. അങ്ങനെ അവർ ഹയർ സെക്കൻഡറി തലത്തിലും അതേപോലെ യൂണിവേഴ്സിറ്റിയുടെ തുടക്കത്തിലും അവർ പ്രണയത്തിലാകുന്നു. The universities were closed and Obbins and his aunt Uju encouraged themselves to apply to the school in America. ഈ സമയത്ത് നമ്മുടെ ഇഫെമലുവിൻ്റെ ആൻറ്റിയാണ് ഉജു. ഉജുവും അതേപോലെ തന്നെ നമ്മുടെ ഒബിൻസും ഇവളോട് പറയുന്നു, യൂണിവേഴ്സിറ്റികളെല്ലാം ക്ലോസ് ചെയ്ത സമയത്ത് ഒരു സ്ട്രൈക്കാണ്, സമരത്തിന്റെ പേരിൽ യൂണിവേഴ്സിറ്റികളെല്ലാം അടച്ചിരുന്ന സമയത്ത് ഇവർ പറയുന്നു ഇഫെമലുവിനോട്, നീ അമേരിക്കയിലേക്ക് അപ്ലൈ ചെയ്ത് നോക്കൂ, അമേരിക്കയിൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് നോക്കൂ, അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് അപ്ലൈ ചെയ്യൂ എന്ന് പറയുന്നു. ആൻഡ് ദസ് ഷീ ഗോട്ട് എ സ്റ്റുഡൻറ് വിസ. അങ്ങനെ അവൾ അപ്ലൈ ചെയ്യുന്നു, അങ്ങനെ ഒരു സ്റ്റുഡൻറ് വിസ കിട്ടുന്നു. ആൻഡ് വെന്റ് ടു അമേരിക്ക. അങ്ങനെ സ്റ്റുഡൻറ് വിസ കിട്ടിയിട്ട് അവൾ അമേരിക്കയിലേക്ക് പോകുന്നു. Obbins and Ifemelu desire to reunite in America, but Ifemelu's student visa doesn't allow her to work and do not have a full scholarship and stipend. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മുടെ ഇഫെമലു അമേരിക്കയിൽ എത്തുന്നത്. അമേരിക്കയിലേക്ക് പോകുന്നതിന് മുൻപ് ഇഫെമലുവും ഒബിൻസും പറയുന്നത് നമുക്ക് അമേരിക്കയിൽ വെച്ച് ഒന്നും കൂടി കാണാം. ഇവിടെ നൈജീരിയയിൽ നിന്നും അമേരിക്കയിലേക്ക് ഇഫെമലു പോകുന്ന സമയത്ത് പറയുന്നത് നമുക്ക് ഒരുമിച്ച് അവിടെ നിന്ന് കാണാമെന്ന് പറയുന്നു. പക്ഷേ ഇവളുടെ സ്റ്റുഡൻറ് വിസയാണ്. ആ സ്റ്റുഡൻറ് വിസയിൽ അവൾക്ക് ജോലി ചെയ്യാനുള്ള അനുമതിയില്ല. അതേപോലെ തന്നെ അവൾക്ക് ഫുൾ സ്കോളർഷിപ്പും കിട്ടുന്നില്ല, സ്റ്റൈപ്പൻഡും കിട്ടാത്തൊരവസ്ഥയില്ല. സോ ഇറ്റ് ബിക്കംസ് നെസസറി ഫോർ ഹർ ടു ഫൈൻഡ് എ ജോബ്. അവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ അവൾക്കൊരു ജോലി അത്യാവശ്യമാണ്. അങ്ങനെ അത്യാവശ്യമായ ഒരു അവസ്ഥയായി വരുന്നു അവൾക്ക്. കാരണം സ്റ്റൈപ്പൻഡ് ഇല്ല, സ്കോളർഷിപ്പ് ഇല്ല, അവൾക്ക് പഠനത്തോടൊപ്പം ജോലി ചെയ്യാനുള്ള അനുവാദവുമില്ല അവളുടെ വിസയിൽ. അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ജോലി കണ്ടുപിടിച്ചേ മതിയാവുള്ളൂ എന്നൊരു അത്യാവശ്യ ഘട്ടത്തിലേക്ക് ഇഫെമലു എത്തുന്നു. ഷീ അപ്ലൈസ് ടു ജോബ്സ് ബൈ യൂസിങ് സോഷ്യൽ സെക്യൂരിറ്റി കാർഡ് ഓഫ് ഹർ ഫാമിലി ഫ്രണ്ട് ബട്ട് ഫെയിൽസ്. ഒരു ഫാമിലി ഫ്രണ്ടിന്റെ സോഷ്യൽ സെക്യൂരിറ്റി കാർഡ് ഉപയോഗിച്ച് അവൾ ജോലിക്ക് ശ്രമിക്കുന്നു, പക്ഷേ പരാജയപ്പെടുന്നു. ആൻഡ് അറ്റ് ലാസ്റ്റ് ഷീ ഫൈൻഡ്സ് എ ജോബ്. അവസാനം അവൾ ഒരു ജോലി കണ്ടുപിടിക്കുന്നു. ആൻഡ് ദാറ്റ് വർക്ക് ഈസ് ദ വർക്ക് ഓഫ്
a relaxation assistant for a shady tennis coach, which allows him to touch her sexually. അവള് അവസാനം ഗതികെട്ടിട്ട് ചേരുന്ന ഒരു ജോലി എന്ന് പറയുന്നത് റിലാക്സേഷൻ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞൊരു ടെന്നീസ് കോച്ചിനാണ്. ആ വ്യക്തി അവളെ സെക്ഷുവലായിട്ട് തൊടാൻ തുടങ്ങുന്നു. അങ്ങനെ ഒരു അനുമതി, അതായത് ഗതികെട്ട് അവസാനം അവള് സമ്മതിക്കാണ്. കാരണം പൈസ ഇല്ല, അവിടെ നിലനിൽക്കാനുള്ള വരുമാനം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൾ സമ്മതിക്കുന്നു. അങ്ങനെ ആ സംഭവത്തോടു കൂടി റിലാക്സേഷൻ അസിസ്റ്റന്റ് എന്നൊരു പോസ്റ്റിലേക്ക് പോകുന്നു. അതൊരു ടെന്നീസ് കോച്ചിന്റെ അസിസ്റ്റന്റ് ആയിട്ടാണ്. പക്ഷെ അയാൾ അവളെ സെക്ഷുവലായിട്ട് തൊടാൻ തുടങ്ങുന്നു. ആൻഡ് ആഫ്റ്റർ വൺ മീറ്റിംഗ് ഷീ നെവർ റിട്ടേൺസ് ടു ദ കോച്ച്. അങ്ങനെ ഒരു മീറ്റിങ്ങിന് ശേഷം അവളെ അയാൾ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു. ഈ സമയത്ത് അതിനുശേഷം പിന്നീട് അയാളുടെ അടുത്തേക്ക് അവൾ പോകുന്നില്ല. ആൻഡ് ഔട്ട് ഓഫ് ഷെയിം ആൻഡ് സെൽഫ് ലോത്തിങ് ഷീ ഈസ് നോട്ട് റെഡി ടു റെസ്പോണ്ട് ഒബിൻസോസ് മെസ്സേജസ് ആൻഡ് ഇമെയിൽസ്. അങ്ങനെ അവൾക്ക് അവളോട് തന്നെ പുച്ഛം തോന്നുന്നു. കാരണം നൈജീരിയയിൽ നിന്ന് വന്നു, ഇവിടെ ഒരു ജോലിക്ക് അല്ലെങ്കിൽ സ്കോളർഷിപ്പ് ഇല്ല, സ്റ്റൈപ്പൻഡ് ഇല്ല, ജോലിക്ക് പോകാൻ പറ്റൂല. അങ്ങനെ ഒരു വളരെ മോശമായ ഒരു അവസ്ഥയിൽ നിർണായകമായ നിമിഷത്തിൽ അവളിങ്ങനെ ഒരു കോച്ചിൻ്റെ അടുത്ത് റിലാക്സേഷൻ അസിസ്റ്റൻ്റ് ആയിട്ട് പോകുന്നു. പക്ഷെ അയാൾ അവളെ സെക്ഷലി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു. ഈ ഒരു പ്രശ്നങ്ങൾ അവളുടെ മനസ്സിൽ കുറ്റബോധം നിറയ്ക്കുന്നു. ആ സമയത്ത് ഒബിൻസിന്റെ ഇമെയിലിനും കത്തിനൊന്നും അവള് മറുപടി കൊടുക്കാതെ ഇരിക്കുന്നു. ആൻഡ് വൺ ഡേ ഗിനീക്ക ഇൻട്രൊഡ്യൂസസ് ഇഫെമലു ടു എ വെൽത്തി വുമൺ നെയ്മഡ് കിംബർലി ഹു നീഡ്സ് എ ബേബി സിറ്റർ. ഈ സമയത്ത് ഗിനീക്ക, നമ്മൾ പറഞ്ഞു ഗിനീക്ക എന്ന പെൺകുട്ടി നമ്മുടെ ഒബിൻസിനെ ഒരു സുഹൃത്തുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിച്ചതാണ്. അതായത് സുഹൃത്ത് ഈ ഗിനീക്കയെ ഒബിൻസുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിച്ചതാണ്. ആ പെൺകുട്ടി നമ്മളുടെ ഇഫെമലുവിന് ഒരു സ്ത്രീയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. കിംബർലി എന്നാണ് അവരുടെ പേര്. ഷീ ഈസ് എ വെൽത്തി വുമൺ ആൻഡ് ഹു നീഡ്സ് എ ബേബി സിറ്റർ. ഒരു ബേബി സിറ്റർ ആവശ്യമായിട്ടുള്ള ഈ കിംബർലിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ബേബി സിറ്റർ മീൻസ് എ പേഴ്സൺ ഹു ലുക്സ് ആഫ്റ്റർ 2 or more children അറ്റ് എ ടൈം. ഒരു സമയത്ത് ഒന്നിലധികം കുട്ടികളെ നോക്കുന്ന ഒരാളെയാണ് ബേബി സിറ്റർ എന്ന് പറയുന്നത്. ആ ജോലി നമ്മുടെ ഇഫെമലു ഏറ്റെടുക്കുന്നു. ആൻഡ് ദിസ് വർക്ക് എനേബിൾഡ് ഹെർ ടു കോൺസെൻട്രേറ്റ് മോർ ഓൺ ഹെർ സ്റ്റഡീസ്. ഈ ഒരു ജോലി അവളെ അവളുടെ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ സഹായിക്കുന്നു. കാരണം ഈ കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന സമയത്തൊക്കെ അവൾക്ക് ആവശ്യത്തിനുള്ള സമയം കിട്ടും. ആ സമയം കിട്ടുന്ന സമയത്ത് അവൾക്ക് പഠിക്കാൻ പറ്റും. അങ്ങനെ പഠനത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നവള്. ആൻഡ് ഷീ മീറ്റ്സ് കിംബർലീസ് വെൽത്തി കസിൻ കർട്ട് ആൻഡ് ബിക്കംസ് സോ ക്ലോസ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കിംബർലിയുടെ കസിനായ, വളരെ പണക്കാരനാണ്, സമ്പന്നനായ കർട്ട് എന്ന കസിനുമായിട്ട് പരിചയപ്പെടുന്നു. ആഫ്റ്റർ ഇഫെമലുസ് ഗ്രാജുവേഷൻ കർട്ട് ഹെൽപ്സ് ഹെർ ടു ഗെറ്റ് എ ജോബ് ദാറ്റ് വിൽ സ്പോൺസർ ഹെർ ദ ഗ്രീൻ കാർഡ്. ഗ്രാജുവേഷൻ അങ്ങനെ ഇഫെമലു സ്വന്തമാക്കുന്നു. ഈ ബേബി സിറ്റർ ജോലി ചെയ്തുകൊണ്ട് തന്നെ ഗ്രാജുവേഷൻ സ്വന്തമാക്കുന്നു. ഈ സമയത്ത് കർട്ടാണ് അവളെ സഹായിക്കുന്നത് ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട്. ആ ജോലി കിട്ടുകയാണെങ്കിൽ ആ ഗ്രീൻ കാർഡിലൂടെ അവൾക്ക് സ്പോൺസർഷിപ്പ് കിട്ടും. അങ്ങനെ അവൾക്കൊരു ജോലി സമ്പാദിക്കാനുള്ള എല്ലാ വഴിയും തുറന്നു കൊടുക്കുന്നത് കർട്ടാണ്. ആൻഡ് ഇഫെമലു വാണ്ട്സ് ടു ബി എ പ്രൊഫഷണൽ ലുക്ക് ടു ഗെറ്റ് ആൻ ഇന്റർവ്യൂ ആൻഡ് നീഡ്സ് എ റിലാക്സ്ഡ് ഹെയർ. ഈ സമയത്ത് ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഒരു പ്രൊഫഷണൽ ലുക്ക് തോന്നണം. അതുകൊണ്ട് തൻ്റെ മുടി ഒന്ന് പറപ്പിക്കണം, അല്ലെങ്കിൽ അടിച്ചു പൊളിച്ച രീതിയിലാക്കി ഒന്ന് മാറ്റണം, ഒന്ന് റിലാക്സ്ഡ് ഹെയർ ആക്കി, നമ്മൾ പറയില്ലേ എന്താ, കേളി ഹെയറിനെ ഒന്ന് സ്ട്രെയിറ്റൻ ചെയ്ത് ഒന്ന് സുന്ദരമാക്കി എടുക്കണമെന്ന് ഇഫെമലു തീരുമാനിക്കുന്നു. നമ്മൾ പറഞ്ഞു നൈജീരിയൻ ഗേൾ ആണ് ഇഫെമലു. അവള് അമേരിക്കയിലേക്ക് വന്ന പെൺകുട്ടിയാണ്. ബട്ട് അറ്റ് ദിസ് ടൈം ദ ഹെയർ റിലാക്സർ ബേൺസ് ഹെയർ സ്കാൽപ്പ്. അങ്ങനെ ഹെയർ റിലാക്സിന് പോയ അവളുടെ തലയോട്ടിയിൽ ചെറിയ പരിക്ക് പറ്റുന്നു. അതായത് ആ സ്ട്രെയിറ്റൻ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് അങ്ങനെ ബേൺ ചെയ്യുന്നു. ആൻഡ് ഹെർ ഫ്രണ്ട് വിംബൽ അഡ്വൈസസ് ഹെർ ഓഫ് ഹെർ നാച്ചുറൽ ഹെയർ ആൻഡ് ദസ് ഷീ ബിഗാൻ ടു ലവ് ഹെർ നാച്ചുറൽ ഹെയർ. ഈ സമയത്ത് അവളുടെ ഫ്രണ്ടായ വിംബുൾ ആണ് പറയുന്നത്, ഏറ്റവും നല്ലത് നിന്റെ മുടി തന്നെയാണ്, ഒറിജിനൽ മുടിയാണ് നിനക്ക് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ അതുവരെ ആ മുടിയെ ഇഷ്ടപ്പെടാതെ ഇരുന്ന അവളുടെ സ്വന്തം മുടിയെ ഇഷ്ടപ്പെടാൻ തുടങ്ങുന്നു. ആൻഡ് കർട്ട് ബിക്കംസ് സോ പൊസസീവ് ഓഫ് ഹർ. ഈ സമയത്ത് കർട്ട് അവളോട് കൂടുതൽ പൊസസീവായി മാറുന്നു. ഡ്യൂറിങ് ദിസ് ടൈം ഒബിൻസ് ലിവ്സ് ഇൻ ലണ്ടൻ ആസ് എൻ ഇല്ലീഗൽ ഇമിഗ്രന്റ്. ഈ സമയത്ത് ഇഫെമലുവും ഒബിൻസും തമ്മിൽ കണക്ഷൻ ഇല്ല, യാതൊരു ബന്ധവും ഇല്ല.
ഈ സമയത്ത് ഒബിൻസ് ലണ്ടനിലാണ്. അവിടെ ഒരു ഇല്ലീഗൽ ഇമിഗ്രന്റ് എന്ന രീതിയിലാണ്, അതായത് അവിടുത്തെ പൗരത്വമൊന്നും ഇല്ലാത്ത ഒരു അനധികൃത വ്യക്തി എന്ന നിലയിലാണ് അവിടെ താമസിക്കുന്നത്. ആൻഡ് ഹിസ് ആപ്ലിക്കേഷൻ ഫോർ അമേരിക്കൻ വിസ വാസ് റിജക്റ്റഡ് ബിക്കോസ് ഓഫ് ആന്റി ടെറർ പാനിക് ആഫ്റ്റർ 11th September 2001 അറ്റാക്സ്. പെന്റഗൺ അറ്റാക്സ് ആണ് 2001 സെപ്റ്റംബർ 11 ആ അമേരിക്കൻ ആക്രമണത്തിന്റെ ഭീതിയിൽ ഈ ആന്റി ടെറർ പാനിക് ആ സമയത്ത് ഇവന്റെ വിസ നിഷേധിച്ചതാണ്. അതുകൊണ്ട് ഒബിൻസിന് അമേരിക്കയിൽ എത്താൻ സാധിച്ചില്ല. ആൻഡ് ഹിസ് മദർ വാണ്ട്സ് ഹിം ടു ബി എ റിസർച്ച് അസിസ്റ്റന്റ്. ഈ സമയത്ത് അവന്റെ അമ്മ ആഗ്രഹിക്കുന്നവനെ ഒരു റിസർച്ച് അസിസ്റ്റന്റ് ആക്കണമെന്നാണ്. ഇൻ ബ്രിട്ടൻ, ലണ്ടനിലൂടെ ബ്രിട്ടനിൽ എത്തുക എന്നുള്ളതാണ് അവന്റെ അമ്മയുടെ ലക്ഷ്യം. അവന്റെ അമ്മ ഒരു പ്രൊഫസറാണ്. അപ്പോൾ തൻ്റെ മകനെയും റിസർച്ച് അസിസ്റ്റന്റ്, ഒരു പ്രൊഫസർ എന്ന രീതിയിലേക്ക് മകനെ വളർത്തണമെന്നാണ് അമ്മയുടെ ആഗ്രഹം. ആ സമയത്ത് ഒബിൻസ് കംസ് ഇൻ കോണ്ടാക്ട് വിത്ത് വിൻസെന്റ്, ഹു ഈസ് വില്ലിംഗ് ടു ലെറ്റ് ഹിം യൂസ് ഹിസ് നാഷണൽ ഇൻഷുറൻസ് കാർഡ് ടു വർക്ക് ഇഫ് ഒബിൻസ് ഈസ് റെഡി ടു ഗിവ് ഹിം എ പെർസെൻറ്റേജ് ഓഫ് ഹിസ് ഇൻകം. ഈ സമയത്ത് നമ്മൾ പറഞ്ഞു ലണ്ടനിൽ ഇല്ലീഗൽ ഇമിഗ്രന്റ് എന്ന രീതിയിലാണ് ഒബിൻസ് താമസിക്കുന്നത്. ഈ സമയത്ത് ഇബിൻസ് തന്റെ സുഹൃത്ത് വഴി വിൻസെന്റ് എന്ന വ്യക്തിയെ പരിചയപ്പെടുന്നു. അയാൾ പറയുന്നു, ഞാൻ നിനക്ക് എൻ്റെ നാഷണൽ ഇൻഷുറൻസ് കാർഡ് തരാം, എങ്ങനെയാണെങ്കിൽ നീ എനിക്ക് നിന്റെ ശമ്പളത്തിലെ ഒരു ഭാഗം തരികയാണ് എങ്കിൽ ഞാൻ നിനക്ക് നാഷണൽ ഇൻഷുറൻസ് കാർഡ് തരാമെന്ന് പറയുന്നു. ആൻഡ് ഒബിൻസ് അഗ്രീഡ് ടു ഇറ്റ്. ഈ ഒരു സംഭവം ഒബിൻസ് സമ്മതിക്കുന്നു, അതായത് ഇയാളുടെ ഇൻഷുറൻസ് കാർഡ് ഉപയോഗിച്ച് ജോലി ചെയ്യാമെന്ന് സമ്മതിക്കുന്നു. ആൻഡ് ഒബിൻസ് ഫൈൻഡ് എ ജോബ് ഇൻ വെയർ ഹൗസ് ബട്ട് വിൻസെന്റ് ഡിമാൻഡ്സ് മോർ മണി. അങ്ങനെ ഒബിൻസ് ഒരു വെയർ ഹൗസിൽ ഒരു ജോലി കണ്ടുപിടിക്കുന്നു. പക്ഷേ വിൻസെന്റ് അയാളോട് കൂടുതൽ പണം ആവശ്യപ്പെടുന്നു. നമ്മൾ പറഞ്ഞു, ഇയാൾക്ക് കിട്ടുന്ന ഒബിൻസിന് കിട്ടുന്ന പൈസയിൽ നിന്നും കുറച്ച് പൈസ ഇയാൾക്ക് കൊടുക്കാമെങ്കിൽ അയാളുടെ ഇൻഷുറൻസ് കാർഡിലാണ് ഒബിൻസ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെയുള്ള ടേംസിലാണ് ജോലി ചെയ്യാൻ തുടങ്ങുന്നത്. പക്ഷേ വിൻസെന്റ് കൂടുതൽ പണം ആവശ്യപ്പെടുന്നു. ആൻഡ് ഒബിൻസ് റെഫ്യൂസ്ഡ് ടു ഇറ്റ് ആൻഡ് വിൻസെന്റ് റിപ്പോർട്ടഡ് ഇറ്റ് ടു ദ പോലീസ്. ഈ സംഭവം, അതായത് കൂടുതൽ പണം ചോദിച്ചപ്പോൾ വിൻസെന്റ് കൂടുതൽ പണം ചോദിച്ചു, ഒബിൻസ് ആ പണം കൊടുക്കാൻ തയ്യാറായില്ല. അങ്ങനെ വിൻസെന്റ് പോലീസിൽ റിപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെയാണ് ഇദ്ദേഹത്തെ ഹി വാസ് അറസ്റ്റഡ് ആൻഡ് ഡിപ്പോർട്ടഡ്. അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. അതായത് പിറ്റേ ദിവസം രാവിലെയാണ് പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത്. Ifemelu now ends her relation with Kurt as Kurt is unable to understand the necessity of Essence magazine in a world of beauty magazines catering to white women. ഈ സമയത്ത് കേർട്ട് നമ്മൾ പറഞ്ഞു വിംബർലിയുടെ കസിനാണ്. ആ കേർട്ടുമായിട്ട് തെറ്റിപ്പിരിയുന്നു. കാരണം ഈ മാഗസിനിൽ, എസൻസ് മാഗസിൻ, ആ മാഗസിനിൽ റേസിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അതായത് അത് ആ മാഗസിൻ, അമേരിക്കയിലുള്ള മാഗസിൻസ് മുഴുവൻ ദേ ആർ ഗിവിങ് ഇമ്പോർട്ടൻസ് ടു വൈറ്റ് വിമൻ, വെള്ളക്കാരായിട്ടുള്ള സ്ത്രീകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ആൻഡ് ദേ ആർ നിഗ്ലക്റ്റിംഗ് ബ്ലാക്ക് ലേഡീസ്. ബ്ലാക്ക് ലേഡീസിനെ അവർ ഒഴിവാക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഉള്ള ചർച്ചയിൽ കേർട്ടുമായിട്ട് നമ്മുടെ ഇഫെമലു തെറ്റിപ്പിരിയുന്നു. ആൻഡ് Wimbull asked her to start blogging and Ifemelu's blog on race in America becomes popular. ഈ സമയത്ത് വാംബുൾ അവളോട് പറഞ്ഞു കൊടുക്കുന്നു, നീ അങ്ങനെയാണെങ്കിൽ ഒരു ബ്ലോഗ് ചെയ്തോളൂ. ആ ബ്ലോഗ് റേസിനെ കുറിച്ചാണ്, അമേരിക്കൻ റേസിസം അല്ലെങ്കിൽ ദ റേസ് ഡിസ്ക്രിമിനേഷൻ ഇൻ അമേരിക്ക, അതിനെക്കുറിച്ച് ഒരു ബ്ലോഗ് ചെയ്യുന്നു. ആൻഡ് ദസ് ഇറ്റ് ബിക്കംസ് പോപ്പുലർ. ആ ബ്ലോഗ് വളരെയധികം പോപ്പുലർ ആയിട്ട് നമ്മുടെ ഇഫെമലുവും പോപ്പുലർ ആകുന്നു. And at a minority bloggers conference, she fell in love with Blaine, a black American professor. ഈ സമയത്ത് ഒരു മൈനോറിറ്റി കോൺഫറൻസ് നടക്കുന്നു, മൈനോറിറ്റി ബ്ലോഗേഴ്സ് കോൺഫറൻസ് നടക്കുന്നു. ഈ കോൺഫറൻസിൽ വെച്ച് ബ്ലാക്ക് അമേരിക്കൻ പ്രൊഫസർ ആയിട്ടുള്ള ഹീസ് വർക്കിംഗ് അറ്റ് എയിലിലെ പ്രൊഫസറാണ് അദ്ദേഹം, ബ്ലെയിൻ എന്നാണ് പേര്. അദ്ദേഹവുമായിട്ട് ഇഫെമലു പ്രണയത്തിലാകുന്നു. And Ifemelu didn't attend a protest organized by Blaine against racial profiling of a black staff member. They quarreled and become separated. ഈ സമയത്ത് ബ്ലെയിനിന്റെ നേതൃത്വത്തിൽ ഒരു പ്രൊട്ടസ്റ്റ്, അദ്ദേഹം ഒരു പ്രൊഫസറാണ്, അദ്ദേഹത്തിന്റെ
കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫിനെ റേസിസത്തിന്റെ പേരിൽ അപമാനിക്കുന്നു. അതിന്റെ പേരിൽ ഒരു പ്രൊട്ടസ്റ്റ് സംഘടിപ്പിക്കുന്നു. ആ യൂണിവേഴ്സിറ്റീസ് മെമ്പേഴ്സ് എല്ലാം കൂടി ഒരു പ്രൊട്ടസ്റ്റ് സംഘടിപ്പിക്കുന്നു. അതിൽ ഇഫമലുവിനോട് പങ്കെടുക്കാൻ ആവശ്യപ്പെടുന്നു. പക്ഷേ നമ്മുടെ ഇഫമലു പങ്കെടുക്കുന്നില്ല. അതിന്റെ പേരിൽ ഇവർ തമ്മിൽ വഴക്കാവുന്നു. ആൻഡ് ദേ ആർ ഓൾമോസ്റ്റ് ഇൻ എ ബ്രേക്കപ്പ് പൊസിഷൻ. ഏകദേശം അടിച്ച് പിരിഞ്ഞ് ഏകദേശം പൊട്ടാറായ ഒരു അവസ്ഥയിലാണുള്ളത്. ആൻഡ് അഗെയിൻ ദേ യുണൈറ്റ് വിത്ത് ബറാക് ഒബാമാസ് പ്രസിഡൻഷ്യൽ കാൻഡിഡൻസി. ഈ സമയത്ത് പിന്നെ അവർ ഒന്നിക്കുന്നത് ബറാക് ഒബാമ പ്രസിഡന്റ് ആകാൻ തീരുമാനിക്കുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു ഇലക്ഷന് മത്സരിക്കാൻ തീരുമാനിക്കുന്ന ആ തീരുമാനത്തോടു കൂടിയാണ് അവർ വീണ്ടും ഒന്നിക്കുന്നത്. ഓൺ ഡുജു ടെൽസ് ഹെർ ദാറ്റ് ഹെർ സൺ ഡൈക്ക് ട്രൈ ടു കമ്മിറ്റ് സൂയിസൈഡ്. ഈ സമയത്ത് ഇഫമലുവിനെ ഓൺ ഡുജു അറിയിക്കുന്നു തന്റെ മകൻ ഡൈക്ക് എന്ന മകൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്നറിയിക്കുന്നു. നമ്മൾ പറഞ്ഞു ഓൺ ഡുജു ഇസ് ദി കസിൻ ഓഫ് ഇഫമലു. ഇഫമലുവിന്റെ ഫാദറിന്റെ കസിനാണ്. ആൻഡ് ഷീ ഈസ് ജസ്റ്റ് ലൈക്ക് ഹെർ ഓൾഡ് സിസ്റ്റർ. തന്റെ സഹോദരിയെ പോലെയാണ്. അവരുടെ മകനായ ഡൈക്കാണ് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് അറിയിക്കുന്നത്. ആൻഡ് ഇഫമലു റഷസ് ദേർ. അവിടേക്ക് ഇഫമലു ഓടിയെത്തുന്നു. ആൻഡ് ഷീ ടെക്സ് ഒബീൻസ് ടു മീറ്റ് ആസ് ഏർലി ആസ് പോസിബിൾ. നൈജീരിയയിലേക്ക് എത്തുന്ന ഇഫമലു ഒബീൻസിന് ഒരു മെസ്സേജ് അയക്കുന്നു. തനിക്ക് എത്രയും വേഗം അദ്ദേഹത്തെ കാണണമെന്നൊരു മെസ്സേജ് അയക്കുന്നു. And they met each other and Ifemelu reveals of her story of the tennis coach in tears. ഈ സമയത്ത് അവർ കണ്ടുമുട്ടുമ്പോൾ ഒബിൻസ് ചോദിക്കുന്നു, നീ എന്തിനാ എന്നെ അവോയ്ഡ് ചെയ്തത്? കാരണം ഒരുപാട് മെസ്സേജ് ഇമെയിലൊക്കെ ചെയ്തു, അതിനൊന്നും മറുപടി കൊടുത്തിട്ടില്ല, അതെന്താ കാരണം എന്ന് ചോദിക്കുന്ന സമയത്ത് ഷീ റിവീൽസ് ദ സ്റ്റോറി ഓഫ് ദി ടെന്നീസ് കോച്ച്. നമ്മൾ പറഞ്ഞു എന്താണ് റിലാക്സേഷൻ അസിസ്റ്റന്റ് എന്ന ജോലി അവൾ ഏറ്റെടുക്കുന്നു വരുമാന മാർഗങ്ങളൊന്നും ഇല്ലാതെ. And at this time, this tennis coach tried to sexually abuse her. അവളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു. ആ കഥ അവള് കണ്ണീരോടുകൂടി ഒബിൻസിനോട് പറയുന്നു. And Ifemelu talks of their sexual relationship, though she never wants to be his mistress. ഈ സമയത്ത് അവർക്ക് പണ്ടുണ്ടായിരുന്ന റിലേഷനും അതിൻ്റെ ആ ഒരു സെക്ഷൽ റിലേഷനും ഒക്കെ അവള് ഇവനോട് തുറന്നു പറയുന്നു. ആൻഡ് അറ്റ് ദിസ് ടൈം ഷീ നെവർ വാണ്ട്സ് ടു ബി ഹിസ് മിസ്ട്രസ്. അവന് ഭാര്യയുണ്ട്, ഒരു മകളുണ്ട്. അവന്റെ ഒരു വെപ്പാട്ടിയാകാനൊന്നും ആഗ്രഹിക്കുന്നില്ല, പക്ഷേ അവരുടെ ആ ഒരു പണ്ടത്തെ ബന്ധങ്ങൾ അവള് ഈ സമയത്ത് അവനെ ഓർമ്മിപ്പിക്കുന്നു. ആൻഡ് ഷീ കോൾസ് ഹിം എ കവേർഡ് ഫോർ നോട്ട് ഡിവോഴ്സിങ് കോസി. ഈ സമയത്ത് അവനും അവളോട് പറയുന്നു, ഇങ്ങനെ ഒരു ബന്ധമുണ്ട് എങ്കിൽ തന്നെയും, അതായത് കോസിയുമായിട്ട് ഭാര്യ ഭർത്താവ് എന്ന ഒരു ബന്ധമില്ല, മറിച്ച് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഒന്നും ഇല്ല. ദേ ആർ ദി പെർഫെക്റ്റ് പാരൻസ് ടു ദെയർ ഡോട്ടർ. അവരുടെ മകൾക്ക് നല്ല ഒരു അച്ഛനും അമ്മയുമാണ്, അല്ലാതെ ഭാര്യ ഭർത്താവ് എന്ന നിലയിലുള്ള ഒരു ബന്ധം തങ്ങളുടെ ഇടയിൽ ഇല്ല എന്ന് ഒബിൻസ് വെളിപ്പെടുത്തുന്നു. ഈ സമയത്ത് നമ്മുടെ ഇഫമലു ഇവനെ കവേർഡ് എന്ന് വിളിക്കുന്നു. കവേർഡ് മീൻസ് ഭീരു. കാരണം ഇവളെ ഡിവോഴ്സ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. ഇങ്ങനെ ഒരു ബന്ധം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ആ ജീവിതം മുന്നോട്ട് പോകുന്നത്? അവളെ ഡിവോഴ്സ് ചെയ്യണം എന്ന് ആവശ്യപ്പെടുന്നു. ആൻഡ് ഹി ആസ്ക്സ് ഫോർ എ ഡിവോഴ്സ് ടു കോസി ബട്ട് ഷീ ടേൺസ് ഇറ്റ് ഡൗൺ. ഈ ഇഫമലുവിന്റെ പ്രേരണ കൊണ്ട് അദ്ദേഹം ഒബിൻസ് കോസിയോട് ഡിവോഴ്സ് വേണം ആവശ്യപ്പെടുന്നു, പക്ഷെ അവള് നിരാകരിക്കുന്നു. ആൻഡ് ഹി വാണ്ട്സ് ടു എൻഡ് ദ പ്ലേ ഓഫ് ഹാപ്പി പാരൻസ് ബിഫോർ ഹിസ് ഡോട്ടർ. തന്റെ മകളുടെ മുന്നിൽ നല്ല ഹാപ്പി പാരൻസ് എന്നുള്ള ഈ നാടകം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നു. ആൻഡ് വൺ ഡേ ഹി ലെഫ്റ്റ് കോസി ആൻഡ് റീച്ചസ് അറ്റ് ഇഫമലുസ് ഫ്ലാറ്റ് ടു ലിവ് വിത്ത് ഹർ. ഒരു ദിവസം നമ്മൾ കാണുന്നത് ഇഫമലുവിന്റെ ഫ്ലാറ്റിന്റെ മുന്നിൽ ഒബിൻസിനെ കാണുന്നു. ആൻഡ് അറ്റ് ദിസ് ടൈം ഹി ലെഫ്റ്റ് കോസി ആൻഡ് ഹിസ് ഡോട്ടർ. തന്റെ മകളെയും കോസിയെ ഉപേക്ഷിച്ച് തന്റെ പഴയ കാമുകിയുടെ ഫ്ലാറ്റിന് മുന്നിൽ നിൽക്കുന്ന ഒബിൻസിനെയാണ് നമ്മൾ ഈ നോവലിന്റെ അവസാനം കാണുന്നത്. ഇതെങ്ങനെയാണ് ഈ നോവല് അവസാനിക്കുന്നത്? ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ നമ്മൾ പറഞ്ഞു, ഇഫമലു, പിന്നീട് ഒബിൻസ്, അതേപോലെ തന്നെ ഒബിൻസിന്റെ അമ്മ, പിന്നെ ഇഫമലുവിന്റെ പാരൻസ്, പിന്നീട് ഓണ്ട് ഉജു ആണ് മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രം. ഇഫമലുസ് ഫാദേഴ്സ് കസിൻ ആണ്. പിന്നീട് ഡൈക്ക് ഈസ് ദ സൺ ഓഫ് ഓണ്ട് ഉജു. ഇനി ഇതിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ്, ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാം, ഇഫമലുവിന്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാം. പിന്നീട് വാട്ട് ആർ ദ മേജർ തീംസ്? നമ്മൾ നേരത്തെ പറഞ്ഞു അമേരിക്കൻ ഡ്രീം എന്ന കോൺസെപ്റ്റുമായിട്ടാണ് ഇഫമലു റീച്ചസ് അമേരിക്ക. ബട്ട് ഷീ ഹാഡ് ടു ഫേസ് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ. ആ ഒരു സ്വപ്നവുമായിട്ട് പോകുന്ന ഇഫമലുവിന് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ.
പിന്നീട് ചോദിക്കാവുന്നത് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, ദെൻ ഐഡന്റിറ്റി ക്രൈസിസ്, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. ഇതൊക്കെ നമുക്ക് ഈ എസ്സേയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് യു മീൻ ബൈ അമേരിക്കന. ഇതിന്റെ ടൈറ്റിൽ അമേരിക്കന എന്നാണ്. ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് എന്താണ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദി മീനിങ് ഓഫ് ദി വേർഡ് അമേരിക്കന. In an interview, Adichie defines Americana as describing those who have been to the US and return with American affectations. അടിച്ചി ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് അമേരിക്കന എന്നത് അമേരിക്കയിലേക്ക് പോയ ആളുകളാണ്. അമേരിക്കയിലേക്ക് പോയിട്ട് അവിടുന്ന് തിരിച്ചു വന്നു. ആൻഡ് തിരിച്ചു വന്ന സമയത്ത് ദേ ആർ പ്രിറ്റൻഡിങ് നോട്ട് ടു അണ്ടർസ്റ്റാൻഡ് ദിയർ മദർ ടങ്. അമേരിക്കയിൽ പോയിട്ട് തിരിച്ചു വന്ന സമയത്ത് these people are pretending that they do not understand their mother tongue. അവരുടെ മാതൃഭാഷ അറിയില്ല, പോയ രാജ്യത്തെ ഭാഷ അറിയില്ല എന്ന നാടകം കളിക്കുന്ന ആളുകൾ. ആൻഡ് refuse to eat നൈജീരിയൻ ഫുഡ്. നൈജീരിയയിൽ നിന്ന് പോയ ആളുകളാണ്. അവിടെ പോയി കുറച്ച് പൈസ എല്ലായിട്ട് തിരിച്ചു വരുന്ന സമയത്ത് നൈജീരിയൻ ഭക്ഷണം കഴിക്കാത്ത ആളുകൾ, അത് ഇഷ്ടപ്പെടാത്ത ആളുകൾ. ആൻഡ് ദേ ആർ മേക്കിംഗ് കോൺസ്റ്റന്റ് റെഫറൻസ് ടു ദിയർ ലൈഫ് ഇൻ അമേരിക്ക. അമേരിക്കയിലെ ആ ഒരു ജീവിതം, അതിനെക്കുറിച്ച് പോഷ് പറയുന്ന ആളുകൾ. നൈജീരിയൻ ഭക്ഷണമൊന്നും കഴിക്കാതെ, ആ ഭക്ഷണത്തോട് താല്പര്യമില്ലാതെ അമേരിക്കയിലായിരുന്ന സമയത്ത് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ വീമ്പിളക്കുന്ന ആളുകളെയാണ് അടിച്ചിവിടെ അമേരിക്കന എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അത് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ വാട്ട് ഈസ് ദി മീനിങ് ഓഫ് ദ ടേം അമേരിക്കന. These are the main points. Hope you enjoyed it. Thank you.